Hello friends, welcome to Achus online. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട ബജ്ജിയാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബജ്ജി റെഡിയാക്കി എടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കോഴിമുട്ട ഞാനിപ്പോൾ പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലൊരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് 2 ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 2 ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. നമ്മുടെ ബജ്ജിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.